ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും ട്രക്ക് മാസ്റ്റേഴ്സ് ഇന്ത്യയുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഗെയിമും കാര്യങ്ങളൊക്കെ തുറന്നിട്ട്, പക്ഷേ നമ്മൾ ഇന്നലെ തുറന്നിട്ട് നമ്മളൊരു കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അതുകൊണ്ട് പോകാനുള്ളതാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വിട്ടാൽ 2 പേര് ഓട്ടം കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അവർ പൈസയും കാര്യങ്ങളൊക്കെ തന്നിട്ട് കേട്ടോ. ഇവർക്ക് സാലറി പറഞ്ഞാൽ 500 രൂപ കേട്ടോ. അത് കാരണം പിന്നെ വലിയ കുഴപ്പമില്ല. നമുക്ക് 2 ലക്ഷം രൂപ ആയിട്ട് കേട്ടോ കമ്പനി നടത്തി കൊണ്ടുപോയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ഓട്ടത്തിന് ഈ അനന്യ എന്ന് പറഞ്ഞ പെണ്ണിനെ വിടാനായിട്ടോ. നമുക്ക് അതിനോട്ടത്തിന് വിടാം. അതിനോട്ടത്തിന് വിട്ടണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആളെന്നെ വിടാം. അടുത്ത ആൾക്ക് നല്ലൊരു ലോഡ് നോക്കിയിട്ട് അടുത്ത ആൾ പറഞ്ഞാൽ അരുൺ കേട്ടോ. അപ്പോൾ അരുണിന് മറ്റേ ലോറി വെച്ചിട്ട് അടുത്ത ആളെ വിടാം കേട്ടോ. അരുണിന് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയത് ലോഡ് ഇതിലേതാ? ഇത് അത് കുഴപ്പമില്ല, അത് കൊണ്ടുപോവാം. ഗൈസ് അങ്ങനെ അരുണിനെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് നമ്മുടെ കണ്ടെയ്നർ കൊണ്ട് പോകാനുള്ളത് കേട്ടോ. കണ്ടെയ്നർ ഓടിക്കുക പറഞ്ഞാൽ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തല മാത്രം കറന്ന് തിരിയണം കേട്ടോ. ഇതിൻ്റെ കണ്ടെയ്നറും കാര്യങ്ങളൊന്നും തിരിയില്ല. നമ്മുടെ ഡ്രൈവറുടെ പോർഷൻ മാത്രമല്ല ഇളകുള്ളൂ. അത് കാരണം ഓടിക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് പണിയാണ്. എന്നാലും നമുക്ക് നോക്കിയാൽ കേട്ടോ, നമ്മൾ പരമാവധി അടിപൊളിയായിട്ട് ഓടിക്കാൻ നോക്കുന്നതായിരിക്കും. കണ്ടെയ്നർ ഓടിച്ച് ശീലിച്ചാൽ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി മുട്ടുന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ ലോഡായി വന്നിട്ട് കേട്ടോ. നമ്മുടെ തല അവിടെ കിടക്കുന്നു കേട്ടോ. നമ്മളിനി തല അവിടെ കൊണ്ടുപോയി ചേർത്ത് വെക്കണം. അങ്ങനെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഓണാക്കി നമ്മളിതാ വണ്ടി സ്റ്റാർട്ടാക്കി കുറച്ച് സൗണ്ട് കൂട്ടട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾ ഫുൾ സൗണ്ടിൽ വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കും. അപ്പോൾ ഞാൻ തന്നെ നമ്മൾ തല കൊണ്ടുപോയി ഇവിടെ കണക്ട് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ കണക്ട് ചെയ്യണം. എന്തോ ഒരു മറ്റേ സാധാ ട്രക്ക് ഓടിക്കുന്ന പോലെ അല്ല, ഒരു പ്രത്യേക സ്പീഡ് തോന്നിക്കുന്നു കേട്ടോ. വണ്ടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുതിച്ച് പോണ പോലെ. ഗൈസ് കണക്റ്റ് ആയിട്ടോ. വെറുതെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട താമസം. കണക്റ്റ് ആയിട്ടോ. അയ്യോ ലൈറ്റ് അല്ല കേട്ടോ, ഞാൻ മറ്റേ ഫ്രണ്ട് ക്യാമറ ആക്കാൻ നോക്കി കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെ ബട്ടൺ മറന്ന് അറിയണ്ടേ. അപ്പോൾ എന്തായാലും ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എന്തായാലും ഒന്ന് കൊണ്ടേ കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ വേഗം സ്പീഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കയറുന്നുണ്ട്. 30, 37 കാര്യങ്ങളൊക്കെ വേഗം എടുത്തു കേട്ടോ. നമ്മുടെ മറ്റേ വെള്ള ലോറിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മെല്ലെ അരച്ചരച്ചിട്ടേ കയറുള്ളൂ കേട്ടോ. നമുക്കിത് ഇങ്ങോട്ട് പോയി നോക്കി നോക്കാം ഉണ്ടോ. അപ്പോൾ തന്നെ 50, 55 സ്പീഡൊക്കെ കയറുന്നു കേട്ടോ വേഗം. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി ഇടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുകയാണെങ്കിൽ. ഈ ട്രക്ക് ഓടിച്ച് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് ശരിയാവില്ല നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ 360 ഡിഗ്രി കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുന്നു കേട്ടോ. 360 ഡിഗ്രി ഇടാൻ പറ്റിയ സ്ഥലമല്ല. എങ്ങാനും തിരിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നർ അവിടെ പോയി ഇടിക്കും. കാരണം വളവാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഹൈവേ റോഡായ കാരണം നേരെ റോഡ് കിട്ടുകയാണെങ്കിൽ അയ്യോ അമ്പ് എന്താ ലോഡിംഗ് മാപ്പ് വന്നു കഴിച്ചാൽ അതിൻ്റെ ഇടയിൽ അയ്യോ കണ്ടോ അമ്പ് ചാടും എല്ലാം ചാടിച്ചില്ലെങ്കിൽ കണ്ടെയ്നറൊക്കെ തിരിച്ച് അപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി പെറുക്കി എടുക്കാൻ നേരില്ല. അത് എങ്ങനെയും കൊണ്ടുപോയി കുറച്ച് പൈസ ഉണ്ടാക്കി മതിച്ചിട്ട് ഞാൻ പിന്നെ നമുക്ക് നേരെ കൊണ്ടുകൊടുക്കാട്ടോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ടും കുഴപ്പമില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് റോഡ് കിട്ടിയിട്ട് നമ്മൾ 360 ഡിഗ്രി ഇട്ട് കാണിച്ചു കേട്ടോ. കണ്ടോ ഇങ്ങനെ കേട്ടോ നമ്മൾ പോണേ. നമ്മളിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ചുള്ളനായിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര നേരം നമ്മളിങ്ങനെ ഓടിച്ച് പോകണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈവേ കാരണം കൂടുതൽ സ്ട്രെയിറ്റ് റോഡാട്ടോ. അത് കാരണം വലിയ സീൻ ഉണ്ടാവില്ല വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള വണ്ടികൾ വന്ന് വട്ടം വെക്കാണ്ടിരുന്നാൽ മതി. നമ്മളിതാ ക്യാമറ കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചതാട്ടോ പെട്രോള്. എത്ര 86% എത്ര ഉണ്ട് ഇടയ്ക്ക് കറക്റ്റായിട്ട് കാണാനില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഞാൻ വിചാരിച്ചു ലെഫ്റ്റിലേക്കുള്ള വഴിയത്. ഞാൻ മാപ്പ് നോക്കിയില്ല ഗൈസ്, അതാണ്ടായത്. നമ്മുടെ മുന്നിൽ കുറേ കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ വേറെ പോകുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ എങ്ങോട്ടുള്ളതാണാവും. നമ്മുടെ റൂട്ട് തന്നെ പോണേ വേറെ സ്ഥലത്തേക്കുള്ളതായിരിക്കും. അയ്യോ ഇടിച്ചു. ഗൈസ് ആ ലോഡിംഗ് മാപ്പിൽ പോയി സുഹൃത്തുക്കളെ. ഞാൻ ആ വണ്ടി ഇടിച്ചാലോ വെച്ചിട്ട് വെട്ടിച്ചതാണ്. കണ്ടെയ്നർ വേറെ ബാധിക്ക് പോയി തല അങ്ങോട്ട് തിരിഞ്ഞും കിടക്കണം. ഇനി പണ്ടാറം തിരിച്ചെടുക്കാൻ പറ്റേ. എങ്ങനെയൊക്കെ തിരിച്ചെടുത്തിട്ട് അധികം പണി പെട്ടില്ല. വേഗം തിരിച്ച് കിട്ടിയിട്ട വണ്ടി. പിന്നെ നമുക്ക് വണ്ടി കൊണ്ട് ഇനി പോവാം. ഇനി നമ്മളവിടെ മുട്ടില്ല കേട്ടോ. ഇത് എൻ്റെ ഉറപ്പാണ്. ഇനി അവിടെ മുട്ടാണ്ട് പോകണം കേട്ടോ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. നേരത്തെ ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞു കേട്ടോ ഇപ്പോൾ കേട്ടോ. ഇനി അടുത്ത പെട്രോൾ പമ്പ് എവിടെ വെച്ചാൽ നമുക്ക് നിർത്തി പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കണം കേട്ടോ. പിന്നെ നമുക്ക് പോകാം അടുത്ത പെട്രോൾ പമ്പ് എവിടെയാണ്. ഇന്റീരിയറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കേട്ടോ. വേണ്ട സൈഡിൽ ആ സ്റ്റീറിങ്ങിന് ഭാരത് ബെൻസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് സൈഡിലൊരു പതാകയുടെ കൊടി വെച്ചിട്ടുണ്ട്. അതായത് ഇന്റീരിയർ നോക്കാനായിട്ട് നമുക്ക് ആ പോകേണ്ടത് അങ്കളായിരുന്നു കേട്ടോ. ഞാനത് വിട്ടുപോയി. മാപ്പ് നോക്കിയപ്പോഴാണ് അറിഞ്ഞേ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു. നമ്മൾ പോണ വഴിയിൽ 2 വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. എന്താ ബസ്സാണ് വന്നിട്ട് പോണത് കറക്റ്റായിട്ട്. ബസ് തന്നെയാണ്. നമുക്കിതിന് സൈഡിൽ കൂടെ മെല്ലെ മുട്ടാണ്ട പൊക്കുക.
മുട്ടാണ്ട പോവാട്ടോ. അവരുടെ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. പക്ഷെ ഇവന്മാർ വന്ന് മുട്ടിയാൽ നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കണേ. 20 ഉറുപ്പ്യ അവന്മാർക്ക് കൊടുക്കണേ. 20 40 തോന്നുന്നു. അല്ല 20 സോറി, എനിക്ക് തെറ്റിപ്പോയതാണ്. ഇതാ നമ്മുടെ ചെങ്ങായി ഒരുത്തം പോകുന്നു കേട്ടോ. എന്നെ കണ്ടപ്പോൾ ഹോണും കാര്യങ്ങളൊക്കെ അടിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കൊണ്ടുകൊടുത്താലാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ. ലോഡ് കൊണ്ടുകൊടുത്താലാണ് അവർ പൈസ കിട്ടുള്ളൂ. നമ്മൾ ഏതൊക്കെ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറി പോകുന്നുട്ടോ നമ്മൾ വണ്ടി കൊണ്ട്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും നിർത്തി ഒന്ന് ചായ അടിക്കണം കേട്ടോ. അപ്പത്തിന് എന്താ ചായ അടിക്കണം വിചാരിച്ചപ്പോൾ ലോഡ് മാപ്പ് വന്നില്ല. സ്ട്രേറ്റ് റോഡ് ആയാലും പിന്നെ വലിയ കുഴപ്പമില്ല. നമ്മൾ സ്ട്രേറ്റ് റോഡ് ആയാലും ഒന്നുകൂടി 360 ഡിഗ്രി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്, ഇടിക്കുകയോ ഇല്ല, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കറക്റ്റായിട്ട് എത്തിച്ചാൽ മതി. എവിടെയെങ്കിലുമൊക്കെ അല്ല, എവിടെയെങ്കിലും അല്ല, ഇതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ട് എത്തിക്കണം നമുക്ക്. നമ്മൾ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് അവിടുന്ന് തിരിച്ചു. കൈസ് പോയി. കണ്ട ഇതാ ഞാൻ പറഞ്ഞത്. നമ്മൾ മറ്റേ ട്രക്ക് ഓടിക്കണമല്ലോ. മറ്റേ ട്രക്കാണെങ്കിൽ സ്പീഡിൽ വന്നിട്ട് ഒറ്റ തിരിച്ച് വളവ് തിരിഞ്ഞു വരുന്നത്. ഇത് തല വേറെ റോഡിൽ വേറെ പോവായ കാരണം തിരിച്ചെടുക്കാൻ കുറച്ച് പണി കേട്ടോ. ഇനി ഇതാ ഇവിടുന്ന് റിവേഴ്സ് അടിച്ചിട്ടൊക്കെ വേണം കേട്ടോ. ക്യാമറകളൊന്ന് മാറ്റി വെക്കാം. ആണോ, ഇനി ഇത് തിരിച്ചെടുക്കണ്ടേ? റിവേഴ്സ് ഗിയറോ? ഗിയർ മാറ്റി ഫ്രണ്ടിക്ക് ഇട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിക്ക് വെക്കാം. എന്തായാലും നമ്മളിവിടെ വന്ന് ഇടിച്ചില്ല. നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോട്ടെ. പെട്രോൾ തുള്ളിയുള്ളൂ. എന്തായാലും ഇവിടെ വന്ന് ഇടിച്ചു. ഇനിയിപ്പോൾ അത് അടിച്ചിട്ട് പോയിന്. പെട്രോൾ പമ്പിൽ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്തായാലും വേഗം അടിച്ച് കിട്ടും. നമ്മൾ 344 ഉറുപ്പിക്ക് 25 ലിറ്ററായിട്ട് അടിക്കുന്നത്. അങ്ങനെ സർവീസൊക്കെ അടിപൊളി കേട്ടോ. പെട്ടെന്ന് എണ്ണ അടിച്ച് കഴിയുന്നുണ്ട്. എണ്ണ അടിച്ച് കഴിയുമ്പോൾ അടുത്ത ലോഡിംഗ് മാപ്പ്. ഇനിയിപ്പോൾ എണ്ണ അടിച്ച് നമ്മൾ ഇനി വേഗം കൊണ്ടെടുക്കണം. ഇനി എവിടെ മുട്ടാതെ കൊണ്ടെടുക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും മുട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ കണ്ടത് പറയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മെല്ലെ പോയാൽ മതി. നമുക്ക് ധൃതിയൊന്നുമില്ല അവിടെ എത്തിയിട്ട്. നമുക്ക് പൈസ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഈ എണ്ണ അടിക്കാനും പിന്നെ വണ്ടികളിൽ മുട്ടിയാൽ അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കുറയുള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല. നമ്മൾ സ്ഥലം എത്തിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് തിരിക്കട്ടോ. മെല്ലെ തിരിക്കണം. ഇനി ചിലപ്പോൾ ആ സാധനം അങ്ങോട്ട് പോയാലേ ഇനി വേറെ പുലിവാലാവും. നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാം കേട്ടോ. അയ്യോ ഇത് അവിടെ ആരും നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ അതിനെ തട്ടിമറിച്ചിട്ടാലേ ആരും ഇതിൻ്റെ കോൺട്രാക്ടറിനാവുന്നുണ്ട്. അവിടെ നിന്ന് കൈയും കാലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് 2 വട്ടം ഇടിച്ചു. എന്നാലും ജോബും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഗുഡ് എന്നൊക്കെ എഴുതി വന്നിട്ട് കേട്ടോ. നമ്മുടെ എക്സ്പെൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ കണ്ട 344 ഉറുപ്പ്യ നമ്മൾ എണ്ണ അടിച്ചില്ല, അതിൻ്റെ എക്സ്പെൻസാണ്. അപ്പോൾ ബാക്കി നമുക്ക് 11,726 ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് പൈസയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ലോഡിങ് കേട്ടോ. ഈ ലോഡിങ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അപ്ഡേറ്റിൽ വന്നത് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് തീമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ കേട്ടോ തോന്നണേ. അപ്പോൾ വന്നത് തന്നെ ആയിരിക്കണം. അപ്പോൾ കൈസ് ലോഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്കൊരു സ്പിന്ന് വന്നിട്ടോ. ഇനി സ്പിന്ന് ചെയ്തൊക്കെ ഡയമണ്ട് കിട്ടിയിട്ട് കാറിലോട്ടോ. ഡയമണ്ട് കിട്ടിയാലാണ് നമുക്ക് അടുത്ത സ്ലോട്ട് തുറക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഡ്രൈവറെ ഹയർ ചെയ്യണം. നോക്കാം. കൈസ് 750 ഉറുപ്പ്യ കിട്ടി. നമ്മളെപ്പോൾ കറക്കിയാലും നമുക്ക് പൈസ കിട്ടണം സുഹൃത്തുക്കളെ. ഞാൻ എന്താ ചെയ്യുക? ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോഴുള്ള പുലിവാലേ. ഇക്കണ്ട സിനിമ കണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടതാ. ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ജമ്മു കാശ്മീർ, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, പിന്നെ ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഗോവ, തെലുങ്കാന. ഈ ലെഫ്റ്റ് സൈഡിൽ മാപ്പിൽ കണ്ടതിലൊക്കെ നമുക്ക് ഒഴുകി നടക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഗെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാട്ടോ. ഗാരേജിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് എന്തെങ്കിലും ലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. നമ്മൾ 2 വിട്ടുണ്ടായിരുന്നു. അവന്മാർ അരുൺ ഏകദേശം എത്താറായിട്ട്, അനന്യ മെല്ലാട്ടോ പോണ്. അത് കാരണം അവൾ എത്താനായിട്ടില്ല. എന്തായാലും 2 പേര് പോയിട്ട് വരട്ടെ. ഞാൻ ചായ കുടിക്കാനുള്ള പൈസ ഒക്കെ അതിന് അടുത്ത പൈസ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.